ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ മഴക്കാലത്ത് മുളക് ഉണക്കാനായിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതും മഴക്കാലത്ത് ഒന്നിടവിട്ട ദിവസങ്ങളൊക്കെ നമുക്ക് ചിലപ്പം വെയിൽ കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും ചില ദിവസങ്ങളിൽ നമ്മൾ മുളകൊക്കെ എടുത്ത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് വെയിൽ പോകില്ലേ, വെയിലത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് വെയിൽ പോകും. അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പം തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്നായിരിക്കും മഴ പെയ്യുക. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സൂത്രമാണ്. ഇതൊരു പുതിയ സൂത്രമൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാർക്കും അമ്മമാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ അറിയുന്ന ഒരു ടിപ്പ് തന്നെയാണ്. പക്ഷേ തീരെ അറിയാത്തവരും ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് അടുപ്പിൽ വെച്ചിട്ടാണ്. പുകയില്ലാത്ത അടുപ്പിലോ അല്ലെങ്കിൽ നമ്മൾ സാധാ അടുപ്പിലോ ഒക്കെ ചെയ്യാം. പുകയില്ലാത്ത അടുപ്പിലാണെങ്കിൽ ഒന്നും കൂടെ ചൂട് നിൽക്കുന്നതാണ് പറയുക. ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് തീയൊക്കെ കെട്ടതിന് ശേഷം കുറച്ച് ചൂടുള്ള വെണ്ണീർ ഉണ്ടാവില്ല, വെണ്ണീർ ഇതുപോലെ വാരിയിട്ട് ഒരു ചട്ടിയിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ പേപ്പർ ബാഗ് ഇപ്പം ഷോപ്പുകളിലൊക്കെ കിട്ടും. നമുക്ക് തുണി മേടിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ചെരുപ്പ് മേടിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടും. ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പർ ഇതുപോലെ ഒരു കുമ്പിൾ പോലെയോ അല്ലെങ്കിൽ ഒരു കവറ് പോലെയൊക്കെ പൊതിഞ്ഞിട്ട് എന്ന് വെച്ചാൽ അടുപ്പിലിങ്ങനെ ഇറങ്ങിയിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് ഇതുപോലെ നിറച്ച് കൊടുക്കാൻ, ഇങ്ങനെ അടുപ്പിൽ വീണ് പോവാതെ ഇങ്ങനെ ഇതുപോലെ നിറഞ്ഞ അടുപ്പിൻ്റെ ചൂട് കിട്ടും വേണം. ആ ഒരു പാകത്തിൽ വെണ്ണീറോ കരിയൊക്കെ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഒരു പാകത്തിൽ നമ്മുടെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ചെയ്താലും മതി. അപ്പം ഇങ്ങനെ ഇത് നിറച്ച് കൊടുക്കുക. ഇതിപ്പോൾ 1 കിലോ മുളകേ ഉള്ളൂ. ഇതിപ്പോൾ മാവേലിയിൽ നിന്ന് പിന്നെ കിട്ടിയതാണ്. ആദ്യത്തെ മുളക് അന്ന് ഞാൻ ഉണക്കി വീഡിയോ ഒക്കെ എടുത്തല്ലോ, അതിന് ശേഷം കിട്ടിയ മുളകാണ്. അപ്പോൾ അതും എന്തായാലും ഇതിൻ്റെ കൂടെ പൊടിപ്പിക്കാമെന്ന് കരുതിയിട്ട്, അപ്പോഴത്തേക്കും മഴ നല്ല രീതിയിൽ ഇപ്പോൾ നല്ല മഴയായല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ പൊടിപ്പിക്കാമെന്ന് കരുതിയിട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതൊരു 1 കിലോ മുളകേ ഉള്ളൂ, മാവേലിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ല ഇതിൽ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 2 അടുപ്പിലും ഇതുപോലെ വെച്ചിട്ടും ചെയ്യാം. മുളക് ഇപ്പോൾ ഇതിൽ കംപ്ലീറ്റ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇത് ശരിക്കും ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന വിധത്തിലൊരു പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കവറോ എന്തെങ്കിലും വെച്ചിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് ഈ ചട്ടി നമ്മൾ നേരത്തെ കനലാക്കി വെച്ചിട്ടുള്ള ചട്ടിയില്ലേ, കനല ചൂടുള്ള വെണ്ണീറാണ്, അപ്പോൾ ഉള്ളിൽ കനലുണ്ട്, അത് ഇതുപോലെ വെക്കുക. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടണമെന്നില്ല, കാരണം മുളക് ഉള്ളിൽ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ദിവസം കൂടെ അതുപോലെ അടുപ്പ് ഫ്രീ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെണ്ണീറൊക്കെ മാറ്റിയിട്ട് ആ കിട്ടുന്ന ചൂടിൽ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഞങ്ങളുടെ മുളക് ഇപ്പോൾ ഇവിടെ 2 ദിവസം കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എടുത്ത് മാറ്റുകയാണ്. ഇനി നല്ലൊരു കവറിൽ ഇതുപോലെ ചൂടോട് കൂടി ഇട്ടിട്ട് കെട്ടി വയ്ക്കുക. പിന്നെ പൊടിപ്പിക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് പൊടിപ്പിച്ചാൽ മതി. ഈ മുളകൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്